മന്ത്രി കെ എൻ ബാലഗോപാൽ കൊല്ലം കൊട്ടാരക്കരയിൽ നയിച്ച LDF വികസന സന്ദേശ ജാഥയിൽ വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ചെന്ന് പരാതി. കൊട്ടാരക്കര സർക്കാർ നഴ്സിംഗ് കോളേജിലെ വിദ്യാർത്ഥികളെ സർക്കാർ വാഹനത്തിൽ ജാഥയ്ക്ക് എത്തിച്ചെന്ന ആരോപണവുമായി യൂത്ത് കോൺഗ്രസ് രംഗത്തെത്തിയിട്ടുണ്ട്. ഇപ്പോൾ നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അജു ജോർജ് 24നോട് പറഞ്ഞു. ഇവരുടെ പരിപാടിയിൽ പങ്കെടുക്കാൻ ആളില്ലാത്ത അവസ്ഥയിൽ ബാലഗോപാൽ നേരിട്ടിടപെട്ട് CPMന്റെ ഏരിയ കമ്മിറ്റിയും നേതാക്കന്മാർ നേരിട്ടിടപെട്ട് സർക്കാർ സ്കൂളുകളിൽ നിന്നും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നും വിദ്യാർത്ഥികളെ ഫോഴ്സ് ചെയ്ത് സർക്കാർ വാഹനത്തിൽ, അതാണ് ഇവിടുത്തെ പ്രശ്നം, സർക്കാർ വാഹനത്തിൽ എൻ്റെയും നിങ്ങളുടെയും അല്ലെങ്കിൽ പൊതുജനങ്ങളുടെ നികുതിപ്പണം എടുത്ത് വാങ്ങിയ സർക്കാർ വാഹനത്തിൽ രാഷ്ട്രീയ പാർട്ടികളുടെ പരിപാടിക്ക് അല്ലെങ്കിൽ നമ്മുടെ വാഹനങ്ങളെ ദുരുപയോഗം ചെയ്തുകൊണ്ട് ഇവിടെ രാഷ്ട്രീയ പാർട്ടികളുടെ പരിപാടിയിലെത്തിക്കുകയാണ്. CPMന്റെ ഏരിയ കമ്മിറ്റി നടത്തിയ പരിപാടിയിലെത്തിക്കുകയാണ്. ഗുരുതരമായിട്ടുള്ള നിയമലംഘനമാണ്, ഗുരുതരമായിട്ടുള്ള ചട്ടലംഘനമാണ് ഇവിടെ നടന്നിട്ടുള്ളത്. സൂര്യഗായത്രിയാണ് ആ വാർത്തകൾ ഒരുങ്ങുമ്പോൾ ചേരുന്നത്. സൂര്യ, ഗുഡ് മോർണിംഗ്. അപ്പോൾ അത് ഒരു നിയമ നടപടി സ്വീകരിക്കാൻ എന്ത് സ്കോപ്പ് ഉണ്ടെന്നാണ് പറയുന്നത്? ഗുഡ് മോർണിംഗ് ഹാഷ്മി സ്മിത. ഈ തെരഞ്ഞെടുപ്പ് അടുത്തതോടെ എവിടെ നോക്കിയാലും ജാഥയും റാലിയും ഒക്കെയാണ്. അത്തരത്തിൽ കൊല്ലം കൊട്ടാരക്കര കഴിഞ്ഞ ദിവസം നടന്ന ഒരു ജാഥയുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ വിവാദമുണ്ടാകുന്നത്, വിമർശനങ്ങൾ ഉയരുന്നത്. മന്ത്രി കെ എൻ ബാലഗോപാലാണ് കൊല്ലത്ത് കഴിഞ്ഞ ദിവസം ഇടതുമുന്നണിയുടെ വികസന സന്ദേശ ജാഥ നയിച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ചു. അതും കോളേജ് ബസ്സിൽ വിദ്യാർത്ഥികളെ ജാഥയിലേക്ക് കൊണ്ടെത്തിച്ചു എന്നുള്ള വിമർശനമാണ് യൂത്ത് കോൺഗ്രസ് ഇപ്പോൾ ഉയർത്തുന്നത്. കൊട്ടാരക്കര തൃക്കണ്ണമംഗൽ തോട്ടംമുക്കിൽ കോടതി ജംഗ്ഷനിലാണ് കഴിഞ്ഞ ദിവസം പരിപാടി നടന്നിട്ടുണ്ടായിരുന്നത്. ഇതിൽ യൂത്ത് കോൺഗ്രസ് ഉയർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പരാതി എന്ന് പറയുന്നത് ഒരു കോളേജ് വാഹനം, ബസ് എന്ന് പറയുന്നത് സർക്കാർ വാഹനമാണ്. അതിൽ കോളേജ് വിദ്യാർത്ഥികളെ പാർട്ടി പരിപാടിക്കായിട്ട് എത്തിച്ചു എന്നുള്ള വിമർശനമാണ് യൂത്ത് കോൺഗ്രസ് ഉയർത്തുന്നത്. അത്തരത്തിൽ വാഹനങ്ങൾ സ്കൂളിലെയും ഒക്കെ വാഹനങ്ങളെ പാർട്ടി പരിപാടിക്കായിട്ട് ദുരുപയോഗം ചെയ്യുന്നു, അതുപോലെ തന്നെ സ്കൂളുകളെയും ഒക്കെ രാഷ്ട്രീയവൽക്കരിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള വിമർശനമാണ് ഉയർത്തുന്നത്. ഈ കോളേജിൽ നിന്നും ബസ്സിൽ 30ഓളം വരുന്ന കുട്ടികളെ പാർട്ടി പരിപാടിയിൽ ജാഥയിൽ പങ്കെടുപ്പിച്ചു. അതിനുശേഷം കുട്ടികളെ ആ കോളേജ് ബസ്സിൽ തന്നെ തിരികെ കോളേജിലെത്തിച്ചു എന്നുള്ള വിമർശനമാണ് ഉയർത്തുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നുള്ള കാര്യമാണ് യൂത്ത് കോൺഗ്രസ് അറിയിക്കുന്നത്. കൊല്ലത്തുനിന്ന് വിവരങ്ങളുമായി ചേർന്നത്. അപ്പൊ എന്തായാലും ഇത് സർക്കാർ വാഹനമാണ് കോളേജിന്റെ ബസ്. അപ്പോൾ ആ സർക്കാർ വാഹനത്തിൽ വിദ്യാർത്ഥികളെ എത്തിച്ചു എന്നുള്ള ഒരു വിവരം, അത് വിഷയം ചൂണ്ടിക്കാട്ടിയാണ് പ്രശ്നം തോന്നുന്നു. അല്ലാതെ വിദ്യാർത്ഥികളിൽ രാഷ്ട്രീയം ഉണ്ടാകണം, അവർക്ക് പ്രായപൂർത്തിയായവരാകുമ്പോൾ അവര് കൃത്യമായി പങ്കെടുക്കും. എന്തായാലും ഇതിപ്പോൾ ഈ ഇലക്ഷൻ കാലമാണ്. നേരത്തെ സൂര്യ പറഞ്ഞതുപോലെ ഒരുപാട് യാത്രകളുടെ കാലമാണ്. അപ്പോൾ എല്ലായിടത്തും ആളെയൊക്കെ വേണ്ടി വരും. അപ്പോൾ ഇതൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ വിമർശനങ്ങളൊക്കെ ഉണ്ടാവും, സ്വാഭാവികമാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.